ചുവപ്പും പച്ചയും മഞ്ഞയും പിങ്കും എല്ലാം ചേർന്ന് നല്ല ഭംഗിയുള്ള ബുഷിയായി വളർന്ന ചെടികളുടെ കാഴ്ച കാണാൻ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പുതിയതായി വന്ന കുറേ അഗ്ലോണിമ ചെടികളുടെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ചെടികൾ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിലെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നത് ഗ്രീനിൽ നന്നായി പിങ്ക് കയറി വരുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇനി അടുത്തത് വൈറ്റ് ലെഗസിയാണ്. വൈറ്റ് ലെഗസിയുടെ പ്ലാന്റാണ് ഈ കാണിക്കുന്നത്. ഇനിയുള്ളത് ഇത്ര മനോഹരമായ പിങ്ക് കളറുള്ള ഒരു അഗ്ലോണിമയാണ് കേട്ടോ. അടുത്തതായിട്ട് റെഡ് പനാമയാണ് കാണിക്കുന്നത്. ഇനിയും നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള അഗ്ലോണിമയാണിത്. ഇനി തൊട്ടടുത്തത് പിങ്ക് എമറാൾഡ് ആണ്. പിങ്ക് എമറാൾഡ് നല്ല ഭംഗിയുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. തൊട്ടടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്ലാന്റ് സിയാം പാരഗണാണ്. ഇനി അടുത്തത് പീച്ച് പനാമയാണ് കേട്ടോ. ഇനിയുള്ളത് ചുവന്ന തുടുത്ത സ്റ്റാർ ഡസ്റ്റ് ആണ്. നമ്മുടെ ഗാർഡന് ഭംഗി കൂട്ടാൻ പറ്റിയ പ്ലാന്റ് ആണ്. അടുത്തത് നല്ല റെഡ് കളർ വരുന്ന സുക്സം റെഡ് ആണ് കേട്ടോ. ഇനി അതിന് തൊട്ടടുത്ത് ഫയർ റെഡ് ആണ് കേട്ടോ. ഇനി നല്ല ബുഷിയായിട്ടുള്ള സിയാം ഗോൾഡ് പ്ലാന്റ് ആണ്. അതിനുശേഷം വരുന്നത് ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത നോർമൽ പ്ലാന്റ് ആയ ഈ ഒരു പ്ലാന്റ് ആണ്. അടുത്തത് യെല്ലോയും ഓറഞ്ചും പിങ്കും ഒക്കെ കൂടെ ചേർന്ന ബിഗ് റോയുടെ മദർ പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് യെല്ലോയും ഗ്രീനും ചേർന്ന നാരോ ലീഫായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ്. ഇനിയുള്ളത് ഹെങ്ങിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൽ 2 പ്ലാന്റ് ഉണ്ട്. ഇനിയുള്ളതും നന്നായി റെഡ് വരുന്ന സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ് ആണ്. ഇനിയുള്ളത് 10 ക്യാരറ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ കൂടുതൽ കളക്ഷൻ ഇല്ല. ഇതും നമ്മുടെ പീച്ച് പനാമയിൽപ്പെട്ട കുറച്ച് മെച്ചുവേർഡായ ഒന്നുകൂടെ വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനിയുള്ളത് നോക്കൂ, ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരു ചട്ടി നിറയെ ഉണ്ടാവും ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്താൽ. ഇനിയുള്ളതും റെഡ് ക്യാൻഡിയാണ്. ഇതിൻ്റെ എഡ്ജ് ഭാഗത്തൊക്കെ റെഡ് കയറി വന്ന് നല്ല ഭംഗിയായി വരും. ഇനിയുള്ളത് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ ആണ്. നല്ല ഡാർക്ക് ഗ്രീൻ ഫ്രോസൺ ആണ്. നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനിയുള്ളത് ഫ്രോസണിൻ്റെ യെല്ലോ കളറ് മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. അടുത്തത് നല്ല ബുഷിയായിട്ടുള്ള പിങ്ക് ലെഗസിയുടെ പ്ലാന്റ് ആണ്. നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. അടുത്തത് നല്ല യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള റയോൺ ഗോൾഡ് പ്ലാന്റ് ആണ് കേട്ടോ. ബുഷിയായിട്ടുള്ള ഭംഗിയുള്ള ഗോൾഡൻ പപ്പായ പ്ലാന്റ് ആണ്. ഇനിയുള്ളത് ഈ പ്ലാന്റ് ആണ് കേട്ടോ, സിയാം പാരഗണ്. കണ്ടില്ലേ, നല്ല പെയിൻറ് ചെയ്ത പോലെ ചിത്രമൊക്കെ വരച്ചെടുത്ത പോലെയുള്ളൊരു ഭംഗിയാണ് ഇതിന്. ഇനിയുള്ളത് ഈ മനോഹരമായ ഒരു അഗ്ലോണിമയാണ്. യെല്ലോയും ഗ്രീനും ഉണ്ട്, നല്ല വൈറ്റ് കളറും കൂടെ അതിൽ സ്പ്രെഡായി വന്നിട്ടുള്ള ഈ ഒരു അഗ്ലോണിമയാണ്. ഇനി അടുത്തതായിട്ട് നല്ലൊരു പീച്ചും പിങ്കും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയതാണ്. ഇത് പിങ്ക് ഈത്രമാര പ്ലാന്റ് ആണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ്. അടുത്തതായിട്ട് പിങ്ക് അറോറയുടെ നല്ല പിങ്ക് കളർ കയറി വന്ന പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ മാമ്പ പ്ലാന്റ് ആണിത്. നല്ല യെല്ലോ കളറാണ്. ഗോൾഡൻ ലിപ്സ്റ്റിക്ക് ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതും നമ്മുടെ സെയിലിനുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെയുള്ളത് ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ തളിരിലകൾക്ക് നല്ല റെഡ് കയറി വരുന്നൊരു പ്ലാന്റ് ആണ്. അടുത്തത് ഫെലഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ്. ഇനിയുള്ളത് ഭംഗിയുള്ള മറ്റൊരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ്. ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. റെഡ് എമറാൾഡ് ഒരുപാട് പേര് ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് പാന്തറിൻ്റെ വലിയ പ്ലാന്റ് അല്ലാത്തൊരു പ്ലാന്റ് ആണിത്. ഇത് ഗ്രീൻ നാരോ ലീഫായിട്ടുള്ള ഒരു അഗ്ലോണിമയാണ്. ഇത് ഗ്രീൻ നല്ല ഭംഗിയുള്ള പിങ്ക് ഡോട്ടൊക്കെ ഉള്ള ഒരു അഗ്ലോണിമയാണ്. ഇത് സ്നോ മൗണ്ടൈൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ പിങ്കിൽ നീളൻ ലീഫുകളൊക്കെ ആയിട്ട് ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണിത്. ഇത് നല്ല റൗണ്ട് ലീഫായിട്ടുള്ള പിങ്ക് കളറാണ്. പിന്നെയുള്ളത് ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് നമ്മുടെ സെൻ സ്റ്റാർ മഹാശെട്ടി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. വിദൂരിയുടെ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുണ്ട്.
ഇനിയുള്ളത് മിൽക്കി വേയുടെ പ്ലാന്റുകളാണ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഇത് എനിക്ക് ഐഡിയ അറിയാത്ത നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളർ ലീഫുള്ളൊരു അഗ്ലോണിമയാണ്. ഇനിയുള്ളത് വൈറ്റ് ക്യാൻഡിയാണ് കേട്ടോ. വൈറ്റ് ക്യാൻഡിയും നല്ല പ്ലാന്റാണ്. ഇതതുപോലെ തന്നെ ഗ്രീൻ പിക്കോക്കിൻ്റെ ഹെൽത്തി ആയ പ്ലാന്റാണ്. ഇനി കുറച്ച് കലാത്തിയ പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ബുഷിയായിട്ടുള്ള പോട്ടുകളാണ്. ഇതിൽ നിന്ന് ഒരു പ്ലാന്റും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ അതിൻ്റെ സൈഡ് ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഇത്രയൊക്കെയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം. സ്ക്രീൻഷോട്ട് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കോളിലൂടെ നമ്മുടെ ബന്ധപ്പെടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.